ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മളെ വീട്ടിൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് എല്ലാവർക്കും അരി കിട്ടുന്നുണ്ടല്ലേ. പക്ഷേ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ ആ അരി നമ്മൾ പൊടിപ്പിച്ചിട്ട് നമ്മൾ ദോശയ്ക്കും അതിനൊക്കെ പുഴുങ്ങലരിയും പച്ചരിയൊക്കെ ഒന്നിച്ച് പൊടിച്ചിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ എടുക്കും. നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി അധികം ആരും അങ്ങനെ എടുക്കാറില്ല. അരി വേഗത്തിൽ വെന്ത് പോകുന്നു, അല്ലെങ്കിൽ വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും, ചോറ് നമ്മൾ ഊറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും എന്നുള്ള പറയുന്ന പേരിൽ അധികം ആരും അത് ഉപയോഗിക്കാറില്ല. നമ്മളെല്ലാം കടയിൽ നിന്ന് വേറെ അരി വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ എത്ര ഉപയോഗിച്ചാലും അതിനൊരു സ്മെല്ലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ നല്ല അരിൻ്റെ ആ ഒരു അതേപോലത്തെ തന്നെ നല്ല കറക്റ്റായ രീതിയിൽ നമുക്ക് ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരി ആദ്യം ഒന്ന് അതിൻ്റെ അകത്തെ കല്ലും ചിലപ്പോൾ നെല്ലിൻ്റെ ആയുധമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പിറക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അരി നല്ലതുപോലെ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ഞാൻ പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ പൈപ്പ് ഇതേപോലെ തുറന്ന് വെച്ചിട്ട് ഒരു 3 പ്രാവശ്യം ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് 2 കൈ ഉപയോഗിച്ച് നല്ലതുപോലെ തിരുമ്മി കഴുകുന്നുണ്ട്. കാരണം ഈ അരിൻ്റെ പുറത്തൊരു കൊഴുപ്പ് പോലെ ഒരു സംഭവം ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ പശപശപ്പ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് കഴുകുക. പറ്റുമെങ്കിൽ ഒരു ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് കഴുകുന്നത് നല്ലതാണ്. 3ാമത്തെ പ്രാവശ്യം ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയാലും അരി നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ ചോറിനൊരു സ്മെല്ലും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കഴിക്കാനും നല്ലതായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ആ നൂർജഹാൻ ടൈപ്പ് അരിൻ്റെ ഒക്കെ ഒരു ലെവൽ പോലെ ഉണ്ടാവും കേട്ടോ. നല്ല ടൈപ്പാണ്, നല്ലൊരു നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു കളറൊക്കെ ഉണ്ടാവും കേട്ടോ ഈ അരിക്ക്. സാധാരണ റേഷനരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ വെള്ളം ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ 1 ഗ്ലാസ് അരിയായിരുന്നു വെച്ചിട്ടുള്ളത്, അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ നിന്നും ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കരുത് കേട്ടോ. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക, അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ അരി പൊട്ടാതെ തന്നെ കിട്ടും. കാരണം നമ്മൾ ഗ്യാസിൽ വെക്കുമ്പം ആദ്യം തന്നെ ഫുൾ ടൈം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഒന്ന് വിണ്ട് കയറി ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര നല്ല വൃത്തിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതാ ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഇത്, എന്നാലും ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും. അപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മൊത്തം അടിയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാനിവിടെ അടച്ച് വെക്കുന്നത്, ഫുള്ളായിട്ടും കവർ ചെയ്ത് അടയ്ക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഞാനിവിടെ ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വെച്ചിട്ടുണ്ട്, തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു രീതിയിൽ നമ്മുടെ അരി ആയിട്ടുണ്ടാവും. വെള്ളവും നമ്മുടെ അരി ചോറും കൂടെ ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഏകദേശം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെറുതായിട്ട് കൈ കൊണ്ട് തൊട്ടുവെക്കുമ്പോൾ ഇങ്ങനെ വെന്ത രീതിയിലാകുമ്പോൾ നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാർത്തെടുക്കാം കേട്ടോ. നമ്മൾ ചോറ് വാർക്കുന്ന സമയത്ത് ഓവറായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി നോക്കരുത്. ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയൊരു ഞെങ്ങലി ഇതേപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ചോറ് ചെറുതായിട്ട് ഞെങ്ങിപ്പോകണം. ആ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമ്മൾ ചോറ് വാർക്കണം. കാരണം ആ ചൂടും കൊണ്ട് റേഷനറി ആയതിൻ്റെ പേരിൽ അങ്ങനെ വാർത്തെടുക്കുമ്പം ഒന്നും കൂടി ഇരുന്ന് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ വാർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മൊത്തം ഇറ്റി തീരാവുന്ന വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ചോറ് വാർത്തതിന് ശേഷം എങ്ങോട്ടേക്കും പോകരുത്, ആ വാർത്തതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. അതിനുശേഷം വെള്ളം ഇറ്റി തീർന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഓപ്പൺ ചെയ്യുക. ഒന്നും കൂടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കുന്നത്. നേരെ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതല്ല. അപ്പം ഞാനിവിടെ തിളപ്പിച്ച് ആറിയ നല്ലതുപോലെ തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. തിളപ്പിച്ചിട്ട് നല്ലതുപോലെ പച്ചവെള്ളം പോലെ ആയ വെള്ളമാണ് ഈ ചോറിലേക്ക് ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒരു സ്പൂണും കൊണ്ട് അടി തീർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചോറ് ഇങ്ങനെ ചെയ്യുമ്പം ചോറ് തണുത്ത് പോവോ വെള്ളം കുടിച്ച് പോവോ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നമുക്ക് രാവിലെ ഓഫീസിൽ പോകുമ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുത്തുവിടാം. ചോറ് ഒരിക്കലും തണുത്ത് പോവില്ല കേട്ടോ. കാരണം നമ്മുടെ ചോറ് ഓൾറെഡി ചൂട് ചോറാണ്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ വാർക്കുമ്പം ഒരിക്കലും ചോറ് തണുത്ത് പോകത്തില്ല. ഞാൻ ഇതുപോലെയാണ് റേഷനറി വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ചോറാണ്. നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന പോലെ തന്നെ നല്ല അടിപൊളി ചോറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പോവോ അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ ചോറ് വാർത്തെടുക്കുന്ന സമയം അധികം വേവുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഞെങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് വാർത്ത് കൊടുക്കുക. അപ്പം ആ ചൂടും കൊണ്ട് പിന്നെ നമ്മൾ വാർക്കുമ്പോൾ അതിലിരുന്ന് വെന്തോളൂ കേട്ടോ. ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ള ചോറ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇത് സക്സസ് ആയിരിക്കും. അപ്പം റേഷനരി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകും കേട്ടോ. നമുക്ക് അങ്ങനത്തെ സ്മെല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാനും പ്രത്യേകം മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.